മസാല ബോണ്ട് ഇടപാടിൽ തോമസ് ഐസക്കിന്റെ വാദങ്ങൾ തള്ളി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന് നിർണായക പങ്കെന്ന് ഇഡി. വിവിധ തീരുമാനങ്ങൾക്ക് അനുമതി നൽകിയത് തോമസ് ഐസക് മുഖ്യമന്ത്രിയും. മസാല ബോണ്ടിന് അനുകൂലമായി തോമസ് ഐസക് നിലപാടെടുത്തു. നിരക്ക് അല്പം കൂടുതലാണെങ്കിലും ഈ അവസരം ഉപയോഗപ്പെടുത്താമെന്ന് ഐസക് പറഞ്ഞതായി രേഖകളിലുണ്ട്. എസ് രാഗിൻ ചേരുന്നു. രാഗിൻ, തനിക്ക് മാത്രമായി ഒരു ഉത്തരവാദിത്തവുമില്ല, ബോണ്ട് ഇറക്കിയത് തന്റെ മാത്രം ഉത്തരവാദിത്തത്തിലല്ല എന്നൊക്കെയായിരുന്നു തോമസ് ഐസക് പറഞ്ഞത്. ഈ വാദങ്ങളെയൊക്കെ ഖണ്ഡിക്കുന്ന രീതിയിലാണല്ലോ ഇപ്പോൾ എൻഫോഴ്സ്മെന്റിന്റെ തീരുമാനം വരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തോമസ് ഐസക് നേരത്തെ പറഞ്ഞിരുന്നത് തനിക്കിതിൽ ഒരു വിശേഷാൽ അധികാരമില്ല, താനൊരു സ്ട്രെയിഞ്ചറാണ്, ആ മന്ത്രി എന്ന നിലയിൽ വഹിച്ച ചുമതലയാണ് എന്നതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു നിലപാട് അത് കേവലം ഒരു സ്ട്രെയിഞ്ചർ എന്ന നിലപാടല്ല എന്നതാണ് ഇ ഡി ഈ രേഖകളിലൂടെയും അല്ലെങ്കിൽ ഇ ഡി അതിന്റെ അന്വേഷണത്തിലൂടെയും ഒക്കെ വ്യക്തമാക്കുന്നത്. അതിലൊന്ന് പറയുന്നത് ഇത് ഈ മസാല ബോണ്ട് ഇറക്കുന്നതിൽ തോമസ് ഐസക്കിന് നിർണായക റോൾ ഉണ്ട് എന്നാണ് ഇ ഡി പറയുന്നത്. വിവിധ തീരുമാനങ്ങൾ എടുത്തത്, കിഫ്ബിയുമായി ബന്ധപ്പെട്ട വിവിധ തീരുമാനങ്ങൾ എടുത്തത് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ തോമസ് ഐസക്കും ഒക്കെ ചെയർ ചെയ്തിട്ടുള്ള സമിതികളാണ്. മാത്രമല്ല ഇതിൽ ഈ ശരി രാഗിൻ, എന്താണെങ്കിലും ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനും നിർണായകമായ പങ്കുണ്ട് മസാല ബോണ്ട് ഇറക്കിയതിൽ എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പുതിയ കണ്ടെത്തൽ. എസ് രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.